പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക്, ശുശ്രൂഷയിലേക്ക് അടക്കാം. പരിശുദ്ധ അമ്മ ദൈവത്തിൽ വിശ്വസിച്ച പോലെ, ദൈവത്തോട് ആമേൻ പറഞ്ഞതുപോലെ, സ്വയം സറണ്ടർ ചെയ്ത് സമർപ്പിച്ചതുപോലെ ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ദൈവത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ യാത്രയുടെ ഭാഗമാകാൻ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. നമ്മളുടെ ഓരോ എപ്പിസോഡുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളോട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സംസാരിക്കുന്നു. കുറച്ച് ബോധ്യങ്ങൾ, തിരുത്തലുകൾ എല്ലാം നമുക്ക് കിട്ടുന്നു. എല്ലാം അനുസരിച്ച് നമ്മൾ ഈശോയെ മുന്നിൽ കണ്ട് നമ്മുടെ യാത്ര മുമ്പോട്ട് പോവാണ്. കർത്താവ് സഹായിക്കുന്നതനുസരിച്ചും പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുന്നതനുസരിച്ചും പിതാവിൻ്റെ കാരുണ്യത്തിലും പരിശുദ്ധ ത്രിത്വത്തിൽ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ശുശ്രൂഷ സ്നേഹത്തിൽ തുടരാം. ഇന്ന് ഈശോയിലുള്ള ആ വിശ്വാസത്തെക്കുറിച്ചുള്ള ആ ഒരു കാര്യത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം കൂടെ നമ്മളിന്ന് ചിന്തിക്കാനും ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 6, ഈശോയിൽ ഉള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന സുന്ദരമായൊരു അധ്യായമാണ് ജോൺ ചാപ്റ്റർ 6. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്നത്, ഈശോ പിന്നെ കടലിനെ ശാന്തമാക്കുന്നത്, വെള്ളത്തിന് മീതെ നടക്കുന്നത്, ഒപ്പം തന്നെ ഈശോ ഇങ്ങനെ വലിയ അത്ഭുതകരമായ, അതിനേക്കാൾ അപ്പുറമായിട്ട് ഈശോയുടെ ബ്യൂട്ടിഫുൾ ആയ ടീച്ചിങ്സ്, നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്ന, നമുക്ക് ചിലപ്പോൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടൊക്കെ തോന്നുന്ന ഈശോയുടെ ഗ്രേറ്റ് ടീച്ചിങ്സ് ഉള്ള ഒരു അധ്യായമാണ്. ഈശോ ജീവൻ്റെ അപ്പം ആയിട്ട് സ്വയം അവതരിപ്പിക്കുന്നത്, നിത്യജീവൻ്റെ വചനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്, പിന്നെ പത്രോസ്ലീഹയുടെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ എവിടെ പോകും, നിത്യജീവൻ്റെ വാക്കുകൾ നിൻ്റെ അടുത്താണല്ലോ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ടീച്ചിങ്. അങ്ങനെ വളരെയധികം ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ആഴപ്പെടാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അധ്യായങ്ങളൊന്നാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഒരു കാര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ഒന്ന് ഈ 6-ാം അധ്യായത്തിൽ വിശുദ്ധനൊന്ന് തുറന്നു വയ്ക്കാം. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ്. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ വലിയൊരു പ്രസംഗം, ആ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്ത് ഒരു വ്യക്തിയുടെ വിശ്വാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫിലിപ്പോസ് ഇങ്ങനെ പറയുന്നുണ്ട്. ഫിലിപ്പോസിൻ്റെ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ കിട്ടത്തില്ല, തികയില്ല. ഉടനെ 8-ാമത്തെ വാക്യം, ശിഷ്യന്മാരിൽ ഒരുവനും ശിമോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്, എന്നാലും നമുക്കത് എന്തിനുണ്ട്? സെയിന്റ് പീറ്ററിന്റെ ബ്രദറാണ്, നമുക്കറിയാം, സെയിന്റ് ആൻഡ്രൂ, വിശുദ്ധ അന്ത്രയോസ്. ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു മേഖല നമ്മളവിടെ കാണുന്നില്ലേ? 5 അപ്പവും 2 മീനുമാണ് ഉള്ളത്, ഇതെന്നാ ഉണ്ട് എന്ന് അറിയുമ്പോഴും ചോദിക്കുമ്പോഴും ഇത് ഈശോയുടെ അടുത്തേക്ക് കൊണ്ട് അവതരിപ്പിക്കാൻ, ഈശോയുടെ കയ്യിലോട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആന്ത്രയോസ് പുണ്യാളം കാണിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, ഒരു വിശ്വാസത്തിന്റെ ഒരു ചുവടുവയ്പുണ്ട്. പത്രോസ്ലീഹയെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുന്നില്ലേ? പത്രോസ്ലീഹ ഈ കടലിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു വിശ്വാസം. അപ്പൊ ഇങ്ങനെ ചിന്തകരൊക്കെ പറയുക, ഈ ആദ്യത്തെ കാലെടുത്ത് വെക്കുന്നതല്ല വിശ്വാസം. ആദ്യത്തെ കാലെടുത്ത് വെക്കാം, കാരണം അവിടെ ആരുണ്ട്? ഈശോയുണ്ട്. 2-ാമത്തെ കാല് വെക്കുക എന്നുള്ളതാണ് ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഫെയ്ത്ത്. ആദ്യത്തെ കാലെടുത്ത് വെച്ചു, ഇനി എങ്ങാനും കാല് താന്നു പോയാൽ തിരിച്ച് വള്ളത്തിലോട്ട് കയറാം. ആദ്യത്തെ കാലെടുത്ത് വെച്ചു, മുങ്ങിപ്പോയാൽ ചിലപ്പോൾ ഈശോ കയ്യെ പിടിച്ചോളുമായിരിക്കും. ഇതൊക്കെ വിശ്വാസമാണ്, എളുപ്പമാണ്. പക്ഷേ 2-ാമത്തെ കാലുണ്ടല്ലോ, നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ തോന്നുന്നു. ഈ വള്ളത്തെ നിന്നുള്ള പിടി വിടുന്നു, ഒരു കാല് വള്ളത്തിലാണ്, ആ കാലും കൂടി എടുത്ത് 2 കാലും വെള്ളത്തിലോട്ട് എടുത്ത് വെക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ അടുത്ത ഗ്രേഡാണ്, സ്റ്റേജാണ്. പത്രോസ്ലീഹ അങ്ങനെ ചെയ്തു അല്ലേ? പക്ഷേ ഇടയ്ക്ക് പിന്നെ പേടിച്ചു പോയി, മുങ്ങിയൊക്കെ പോയി, ഈശോ പൊക്കിയെടുത്തു. വിശ്വാസത്തിന്റെ ഒരു മേഖല കാണിക്കണം. അദ്ദേഹത്തിന്റെ ബ്രദർ ഈ ആൻഡ്രൂ കാണിക്കുന്ന ഒരു വിശ്വാസം വേറെതാണ്. 5 അപ്പവും 2 മീനും ഒക്കെ ഉള്ളു നമ്മുടെ കയ്യിൽ. പക്ഷെ ഇത് ഈശോയുടെ കൈ കൊടുത്താൽ നമ്മുടെ ഉള്ളിൽ സംശയം ഉണ്ടായി, ഇത് എന്തിനുണ്ട്, ഇതുകൊണ്ട് എന്നെ കാണിക്കാനാണ്. പക്ഷേ ഇത് കൈ കൊടുത്തല്ല, കൊടുക്കുന്നയാൾ, സ്വീകരിക്കുന്നയാൾ ഇതിനെ എന്താക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു കാര്യങ്ങളുമായിട്ടൊക്കെ ഇത് ചേർത്ത് വായിച്ചാൽ, നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാണ്, ഈശോയെ അടുത്ത ആഴ്ച ഒരു പരീക്ഷയുണ്ട്, എൻ്റെ മുമ്പിൽ ഇത്രയും സമയമുള്ളൂ, അല്ലെ അടുത്ത ആഴ്ച ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് തീർക്കണം, പക്ഷേ എൻ്റെ ഉള്ളിൽ, എൻ്റെ ബ്രെയിനിൽ ഇത്രയൊക്കെ കപ്പാസിറ്റി ഉള്ളൂ. നിങ്ങളുടെ സുപ്പീരിയർ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫസർ, നിങ്ങൾക്ക് ഈ ജോലി തന്നയാൾ, നിങ്ങൾ ഈ അസൈൻമെന്റ് ഏൽപ്പിച്ചാൽ, നിങ്ങളെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തുകൊണ്ടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഇത്രയും സമയമുള്ളൂ, ഇത്രയും കഴിവുള്ളൂ, ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഉള്ളൂ, ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെയാണ്. പക്ഷേ ഇത് ഇത്രയേ ഉള്ളെങ്കിലും, നിന്റെ കഴിവ് ഇത്രയേ ഉള്ളൂ, നിന്റെ സമയം ഇത്രയേ ഉള്ളൂ, നിന്റെ കപ്പാസിറ്റീസ് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, എന്തു ആവട്ടെ, ഇത്രയേ ഉള്ളൂ, ഈ വീട് ഇത്രയേ ഉള്ളൂ,
നിന്റെ വിദ്യാഭ്യാസം ഇത്രയേ ഉള്ളൂ, നിന്റെ ആരോഗ്യം ഇത്രയേ ഉള്ളൂ. പക്ഷെ നിനക്കുള്ള ഈ 5 അപ്പം ഈ 2 മീൻ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കാൻ നിനക്കൊരു വിശ്വാസം വേണം. എന്തിനാ? എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറയാനുള്ള ഒരു വിശ്വാസം മാത്രമല്ല, അതും പറയുന്നത് തെറ്റുന്നില്ല. കർത്താവേ, ഐ ട്രസ്റ്റ് യു, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, എന്നാലും ഞാനത് നിനക്ക് തരികയാണ്. നീ ഇതെന്താക്കാൻ പോണേന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ട്രസ്റ്റ്, ഐ ബിലീവ്. അതൊരു വിശ്വാസമാണ്. സെയിന്റ് ആൻഡ്രൂസ് പുണ്യാളൻ നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്ന വലിയൊരു വിശ്വാസമാണ്. ഈശോയിൽ വിശ്വസിക്കുക. എൻ്റെ കുറവുകളെ നിറവാക്കുന്ന, നിറവിനെ അനുഗ്രഹമാക്കുന്ന, അനുഗ്രഹത്തെ അഭിഷേകമാക്കാൻ പറ്റുന്ന ഈശോയുടെ കയ്യിലോട്ട് എൻ്റെ ഇല്ലായ്മകളെ കൊടുത്താൽ ഈശോ അതൊരു അനുഗ്രഹമാക്കി മാറ്റുമെന്നുള്ള വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആൻഡ്രൂസ് പുണ്യാളനെ പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രകടനമാണ്. ഈശോ അതിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇതോട് ചേർത്തിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് 2ാമത്തെ ഒരു എപ്പിസോഡ്, ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നത്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. പിന്നീട് കഫർനാമിലേക്ക് പോകുന്നു. നേരെ ഇരുട്ടി. ഈശോ ആണെങ്കിൽ അവിടെ അടുത്തെത്തിയിരുന്നില്ല. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് യോഹന്നാൻ സ്ലിഹ ഇത് അവതരിപ്പിച്ച് വെച്ചേക്കുന്നത് നോക്കിക്കേ. ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോകുന്നു. അവർ വള്ളത്തിൽ കയറി കടലിന് അക്കരെ, മീൻസ് ഈശോയുടെ അടുത്തുനിന്നൊക്കെ ആ ഒരു ഫിസിക്കൽ പ്രസൻസിൽ നിന്ന് ഇങ്ങനെ ദൂരെ പൊക്കോണ്ടിരിക്കുകയാണ്. കഫർനാമിലേക്ക് പുറപ്പെട്ടു. അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ നേരെ വിരുട്ടി തുടങ്ങി. ലൈഫിൻ്റെ ചില മാനങ്ങളൊക്കെയാണ്. വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഈശോ അവരുടെ അടുത്ത് എത്തിയിരുന്നുമില്ല. അവർ ഈശോയെക്കാട്ട് മുമ്പേ വെച്ച് പിടിച്ചൊക്കെ പോയി, എങ്ങോട്ട് ദൂരത്തോട്ട് പോയി. മീൻ പിടിക്കാനൊക്കെ പോകുന്നതാണ്, ഓരോ കാര്യങ്ങൾക്കായിട്ടൊക്കെ പോകുന്നതാണ്. ഇരുട്ടുമായി. അവിടെ ശക്തിയേറിയ കാറ്റടിച്ച് കടലും ക്ഷോഭിച്ചു. അതായത് നമ്മളിങ്ങനെ വായിക്കില്ല, ഈ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ വരുന്ന പോലെ ഒരു വേദന തീരുന്നതിന് മുമ്പ് അടുത്ത വേദന വരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ. ഇതിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒത്തിരി സങ്കടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു. ചെല്ലുന്നിടത്തൊരു ഇരുട്ട്. ആ ഇരുട്ടിൽ നമുക്കാണെങ്കിൽ ഈശോയുടെ ഫിസിക്കൽ പ്രസൻസും ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ, ദൈവമേ ഇവിടെ ജോലി ചെയ്യാൻ എനിക്ക് പറ്റണില്ല, എങ്ങനെ ട്രാൻസ്ഫർ മേടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകും, ഇവിടെ പഠിക്കാൻ പറ്റില്ല, ഈ കോളേജ് തിരഞ്ഞെടുത്തത് ഭയങ്കര അബദ്ധമായി പോയി, ഇല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൽ വരണ്ടായിരുന്നു, ഇങ്ങനൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു, ഇവിടുന്ന് മാറിയേക്കാം. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് മാറാൻ പറ്റുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കും. ചിലപ്പോൾ മാറി ചെല്ലുന്നിടത്ത് വേറൊരു ഇരുട്ടായിരിക്കും. അന്ധകാരമായി തുടങ്ങി. ഈശോ അവരുടെ അടുത്ത് എത്തി വരുന്നില്ല, ഈശോയും കാണുന്നില്ല. ഇനിയോ തീർന്നില്ല, കടലിൽ ക്ഷോഭിക്കുകയാണ്. നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ പഠിക്കുമ്പോഴും അതിൽ നമ്മുടെ വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഇതും റിയാലിറ്റി ആണല്ലോ. അന്ധകാരം വരുന്നു, കടലിൽ ക്ഷോഭിക്കുന്നു. പക്ഷെ എന്താ സംഭവിക്കുക? 25-30 സ്ഥാദിയോൻ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നവർ കണ്ടു. അതായത് ഞാൻ ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോഴും എൻ്റെ അടുത്തേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈശോ, അതും വെറുതെ ഇങ്ങനെ വണ്ടി പിടിച്ച് ഫ്ലൈറ്റ് പിടിച്ച് വരികയല്ല. ഞാൻ എന്തിനെ ഓർത്ത് ഭയപ്പെടുന്നു, എന്ത് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, ആ ഭീഷണികൾക്കും ഭയങ്ങൾക്കും മീതെ നടന്നു വരുന്ന ഈശോയെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയാണ്. അത് വിശ്വാസത്തിന്റെ കണ്ണിലേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന പോലെ കടലിലേക്കോ ഈ ക്ഷോഭത്തിലേക്കോ ഈ അന്ധകാരത്തിലേക്കോ ഈശോയിൽ നിന്ന് അകന്ന് പോയല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുമ്പോഴോ ഒന്നും അല്ല ഇത് കാണുന്നത്. നീ ഒരിക്കൽ ഈശോയുടെ കൈ പിടിച്ചെങ്കിൽ, ഒരിക്കൽ ഈശോയിൽ നീ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഴയ തീഷ്ണത ഉണ്ടാവില്ല, ഇപ്പൊ ചിലപ്പോൾ പഴയ ആ ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഇപ്പൊ പഴയതുപോലെ അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഇപ്പൊ പഴയ പോലെ ആ ഫെയ്ത്ത് പ്രൊക്ലൈം ചെയ്യാൻ പ്രഘോഷിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഒരിക്കൽ നീ ഈശോയുടെ ചൂട് കിട്ടിയതാണെങ്കിൽ നീ ഇപ്പോൾ ഇച്ചിരി അകന്നു പോയി നിൽക്കുമ്പോഴും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് അബദ്ധങ്ങൾ കൊണ്ടൊക്കെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ തള്ളിപ്പറയുകയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നീ ഏറ്റവും വിഷമിച്ച് നിൽക്കുന്ന സമയത്ത്, ഏറ്റവും ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കണ്ണ് തുറന്ന് കണ്ണുയർത്തി തലയുയർത്തി നോക്കിക്കണം. നിന്നെ ഭയപ്പെടുത്തിയ, നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച, നിന്റെ മുമ്പിൽ ഇപ്പോഴും ആക്രോശത്തോടെ ആഞ്ഞെടുക്കുന്ന ഈ തിരമാലകൾക്ക് മുകളിലൂടെ നടന്നു വരുന്ന ഒരു ഈശോയെ കൂടെ നീ കാണാൻ പറ്റും. നിന്റെ അടുത്തിരുന്ന് ഉപദേശങ്ങൾ തരുന്ന, സ്നേഹിക്കുന്ന, ശരീരരക്തങ്ങൾ വാഴ്ത്തി തന്ന് നിനക്ക് സ്നേഹത്തിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല ഈശോ ചെയ്യുക. നിന്റെ പ്രതിസന്ധികൾ കണ്ട് കയ്യും കെട്ടി ഒന്നും പറഞ്ഞോ, അങ്ങനത്തെ ഒരു ഈശോ ഇതാ നിന്റെ അടുത്തേക്ക് കൂടെ വരിക. ആ ഫെയ്ത്ത് ലെവലിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. എന്നിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനാണ്, ഭയപ്പെടണ്ട. മറ്റു സുവിശേഷങ്ങളിലൊക്കെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഈശോ എഴുന്നേൽക്കുന്നു, നമ്മുടെ കടലിളകുന്നതിനെ കുറിച്ച്, ഈശോ അപ്പോൾ തോണിയിലുള്ളതിനെ കുറിച്ചൊക്കെ പല വായനകൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോ കാറ്റിലെയും കടലിനെയൊക്കെ ശാന്തമാക്കുന്നു, അല്ലേ, കാറ്റെ കടലെ അടങ്ങുക, ഇതൊക്കെ നമ്മൾ വായിക്കുന്നു. ഇവിടെ യോഹന്നാൻ സ്ലീഹ അവതരിപ്പിക്കുന്ന ഇങ്ങനെയാണ്, 20-ാം വാക്യം, 6:20, അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടണ്ട. സോ നമ്മുടെ സകല ഭയങ്ങളും മാറാനുള്ള ഈശോയുടെ സ്റ്റേറ്റ്മെന്റാണ്, ഈശോയുടെ പ്രഖ്യാപനമാണ്. ഐ ആം, ഡു നോട്ട് ബി അഫ്രൈഡ്. ഞാനാണ്, ഭയപ്പെടണ്ട. കടലല്ല, പേടിക്കുന്ന നീയല്ല, പേടിപ്പിച്ച സാഹചര്യങ്ങളല്ല, ഞാനാണ്. ഐ ആം ദി അതോറിറ്റി. നീ എന്നെ മാത്രം നോക്കിയാൽ മതി നിന്റെ പേടി മാറാൻ, നിന്റെ അസ്വസ്ഥത മാറാൻ. കാരണം ഈ ഭയപ്പെടുത്തുന്നതിൻ്റെ മുകളിലും അധികാരം എനിക്കാണ് എന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ
മുന്നോട്ട് നയിക്കുകയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സുന്ദരമാണ്. നമുക്ക് ബിലീവ് ചെയ്യാൻ മീൻസ് പേഴ്സണലി അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ടൊന്നും ബിലീവ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യം. 21 വാക്യം, അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു, പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന സ്ഥലത്തെത്തി. ഇവരെങ്ങോട്ടാ പോയേ? എങ്ങോട്ടെങ്കിലും ആവട്ടെ, ഇവരിപ്പോൾ ആഗ്രഹിച്ചെന്താണ്? ഈശോ ഞങ്ങളുടെ കൂടെ വേണം. കാറ്റടങ്ങി കോളടങ്ങിയപ്പോഴല്ല, ഈശോ അവരുടെ കൂടെ ഉണ്ടെന്ന് ഈശോ പറഞ്ഞ സമയത്ത് അവർ ആഗ്രഹിച്ചു, കർത്താവ് ശരിക്കും എൻ്റെ വള്ളത്തിൽ കയറണം. അവർ ആഗ്രഹിച്ച സമയത്തുടൻ തന്നെ വള്ളം കരയ്ക്കാൻ അവർ ലക്ഷ്യം വെച്ച സ്ഥലത്തെത്തി എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ ലൈഫിൽ പഠനം, ജോലി, ശുശ്രൂഷ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബമൊക്കെ നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റാതെ സങ്കടപ്പെടുന്നുണ്ടല്ലേ? നമ്മുടെ ദാരിദ്ര്യം കാരണം, നമ്മുടെ കടബാധ്യതകൾ കാരണം, ലോണുകൾ അടച്ചു തീർക്കാനുള്ളത്, ജപ്തി ഭീഷണികൾ, ചിലപ്പോൾ മക്കളുടെ പഠനത്തെക്കുറിച്ച് ഓർത്ത് മാതാപിതാക്കളെ സങ്കടപ്പെടുന്നത്, എന്തൊക്കെയൊക്കെയോ തരത്തിൽ നമ്മൾ ഈ ഇരുട്ടിൽ കുടുങ്ങിക്കിടക്കാണ്. അന്ധകാരം ഇങ്ങനെ മൂടി 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 നമ്മുടെ പ്രതീക്ഷകളെ മുഴുവൻ അസ്തമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കടൽ ഇളകാണ്, ശോഭിക്കുകയാണ്. പക്ഷെ കടലിന് മീതെ വരുന്ന ഈശോയെ, ഇതിൻ്റെ മുകളിൽ അധികാരമുള്ള കർത്താവിനെ നിങ്ങളൊന്ന് ആഗ്രഹിക്കുക. എൻ്റെ പഠിത്തത്തിലേക്ക് ഈശോയെ പ്ലീസ് കം, എൻ്റെ ഈ കടത്തിലേക്ക് ഈശോയെ ഒന്ന് അകത്തു കയറി വാ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നത്തിലേക്ക് നീ ഒന്ന് കയറി വാ. ആഗ്രഹിക്കുക, വിശ്വാസത്തോടെ ഒന്ന് ആഗ്രഹിച്ചാൽ നീ ലക്ഷ്യം വെച്ച സ്ഥലത്ത്, കർത്താവ് ഉദ്ദേശിച്ച സ്ഥലത്ത് നീ പെട്ടെന്ന് എത്തും. ഇല്ലെങ്കിൽ നമ്മൾ അപ്പോഴും ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ 100 മൈൽ സ്പീഡിൽ എത്തേണ്ട അടുത്ത് നമ്മൾ ഈ 10-20 ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കും. ഈശോ കയറാൻ, ഈശോയെ ഈ ജീവിതത്തിലോട്ടിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ പ്ലേസിൽ കയറ്റാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ എത്തും. ഈശോ അവിടെ എത്തിക്കും. 5 അപ്പം 2 മീനും 5000 പേർക്കോ അതിലധികം പേർക്കോ വാഴ്ത്തി കൊടുക്കാൻ പറ്റുന്നവന് ഈ കടലിന് മീതെ, ഇളകുന്ന ഈ കടലിന് മീതെ നിന്ന് നിന്നെ പേടി കൂടാതെ അക്കരെ എത്തിക്കാനും പറ്റും. ഈശോ അത് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് ജീവിതം വഴി, ഒപ്പം ആ അത്ഭുതങ്ങളൊക്കെ വഴി. ബിലീവ് മീ, എന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശോ ആവശ്യപ്പെടുകയാണ്. അന്ന് ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇത് അനുഭവിച്ച, ഈ പ്രശ്നത്തെ അതിജീവിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാം ഈശോ പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്. ബിലീവ് മീ, നിങ്ങൾ എന്നെ മാത്രം നോക്ക്. അതിനിടയിൽ ഇങ്ങനെ ഈ ചുറ്റും നിന്നവർ ഈശോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം അവർക്ക് വേണ്ടി മാത്രമല്ല, ഉത്തരം എനിക്കും നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ഈശോ ഉത്തരം പറയുന്നത്. 29-ാമത്തെ വാക്യം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യഹൂദരുടെ ആ ചിന്താരീതികളിൽ അവരുടെ ദൈവം അയച്ച ഒരാളാണ് ഇപ്പൊ കൺമുമ്പിൽ നിൽക്കുന്നത്. പിന്നീട് പറഞ്ഞു കൊടുക്കും, പിന്നീട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും. ആ അയച്ച ആള് തന്നെയാണ് ഞാൻ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെ സ്വീകരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഈശോ പറയുന്നുണ്ട്, അത് ഒരു രണ്ട് വ്യക്തികളായിട്ടല്ല, ഇത് ഞാൻ തന്നെയാണ്, എന്നിൽ വിശ്വസിക്കുക. എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി? ഒരു മനുഷ്യന് ഒരു ആത്മീയ ജീവിതം നയിക്കുന്നയാൾക്ക്, ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈശോയിൽ വിശ്വസിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് തന്നെ നമുക്ക് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം തരുന്ന വെറുതെയാണോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മളൊരു സമയമൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ ഇരുന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ വിശ്വാസത്തെ വളരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എന്താണ്? ഒറ്റ കാര്യം, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. ഈ വിശ്വാസം വളരുക, ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി തന്നെ. ഈശോ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓർത്ത് വയ്ക്കുക, ഈശോയിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ പല മാനങ്ങൾ, പല ആംഗിളുകളിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്പം നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നില്ലേ? ഇപ്പം ഐ ബിലീവ് ഇൻ ഗോഡ്, ഞാൻ വിശ്വസിക്കുന്നു, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ വിശ്വസിക്കുന്നു. ചെറിയ വിശ്വാസ പ്രമാണം, വലിയ വിശ്വാസ പ്രമാണം ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? പല സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ചിലപ്പോൾ ജപമാലയുടെ സമയത്ത്, കരുണക്കൊന്തയുടെ സമയത്ത്, വിശുദ്ധ കുർബാനയിൽ, പിന്നെ പേഴ്സണലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നോട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി വലിയ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ ശക്തി ഈശോ തന്നു. വലിയ അത്ഭുതങ്ങൾ നടന്നതിനെ കുറിച്ചൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും 1-2 സിറ്റുവേഷനുകളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ശുശ്രൂഷ മേഖലയിൽ ഒരു ക്രൈസിസ് വന്ന സമയത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കടൽ നന്നായിട്ട് കിടന്ന് ഇളകുകയും ബോട്ടയിൽ നമ്മൾ ഒറ്റയ്ക്കായി പോവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ പലരും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രാർത്ഥന എന്നുള്ളതാണ്. എന്നോട് ആരും പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, പക്ഷെ നമുക്ക് പരിശുദ്ധാത്മ കൃത്യമായ സമയത്ത് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമല്ലോ. അങ്ങനെ ആ ഒരു സമയത്ത് 33 വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 1-2 ദിവസം എൻ്റെ ഓർമ്മയിൽ, ട്രസ്റ്റിംഗ് മൈ മെമ്മറി, 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രശ്നത്തെ
ആസ് ഇഫ് ഇറ്റ് നെവർ എക്സിസ്റ്റഡ്. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ഈശോ അത് വലിയ അത്ഭുതമാക്കി മാറ്റും. അത്ര എടുത്തു പറയാനാണെങ്കിൽ ഓരോരുത്തർക്കും നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനെ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു കൃപ ഈശോ തന്നത്. ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈശോ അത് വലിയൊരു അത്ഭുതം പോലെയാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നത്. ഇപ്പം ഈ 33 തവണ പറയുക ഇതിൻ്റെ ഒന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ പറയുന്നത് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോൾ വിശ്വാസ പ്രമാണത്തിലെ പല പ്രമാണങ്ങളും എന്തൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ പറയുക? ഒന്ന്, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, വിശുദ്ധ കത്തോലിക്ക സഭയിൽ നമ്മൾ വിശ്വസിക്കുന്നു. വളരെ പ്രധാനമായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് അറിയാം. പക്ഷേ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് വിശ്വസിക്കുന്നത്, ഏറ്റുപറയുന്നത്. ഒപ്പം തന്നെ ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനത്തെ നമ്മൾ ഏറ്റുപറയും. തീർന്നോ? ഇല്ല. ഈശോയുടെ 2ാം വരവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നതായിട്ട് ഏറ്റുപറയും. ഈ വിശ്വാസ പ്രമാണത്തിന്റെ എല്ലാ പ്രമാണങ്ങളും നമ്മൾ ഏറ്റുപറയുന്ന ഓരോ വിശ്വാസ പ്രമാണത്തിന്റെ ഓരോ സംഹിതകളും ബേസ് ചെയ്തിരിക്കുന്ന ആരിലാണ്? ഈശോയിലാണ്, അല്ലേ? പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പിതാവിനെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഈ പിതാവിനെ കുറിച്ച് നമ്മൾ എങ്ങനെ അറിഞ്ഞേ? പുത്രൻ വെളിപ്പെടുത്തിയത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, അല്ലേ? ഈശോ വെളിപ്പെടുത്തി തന്ന പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ പിതാവിനോട് പറയുകയും പിതാവ് അയക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, ഈശോ പ്രോമിസ് ചെയ്ത പരിശുദ്ധാത്മാവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു. ഏകവും സ്ലൈഹവും പവിത്രവും പരിശുദ്ധവുമായ സഭയിൽ വിശ്വസിക്കുന്നു. ഐക്യമുള്ള സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ സഭയിൽ വിശ്വസിക്കുന്നു. പുണ്യവന്മാരുടെ ഐക്യം, പിന്നെ പരിശുദ്ധ ഉദ്ധാനം, നിത്യമായ ജീവൻ, ഇതെല്ലാം നമ്മളിങ്ങനെ പറയുമ്പോഴും ഇതെല്ലാം പ്രോമിസ് ചെയ്തത് ആരാണ്? ഈ സഭ എന്താണ്? ഈശോയുടെ ശരീരമാണ്. ഈശോ വെളിപ്പെടുത്തിയ പിതാവിൽ വിശ്വസിക്കുന്നു, ഈശോ പ്രോമിസ് ചെയ്ത പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, ഈശോ സ്ഥാപിച്ച ഈശോയുടെ ശരീരമാകുന്ന സഭയുടെ വിശ്വാസങ്ങളിൽ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുന്നു. ഒപ്പം തന്നെ ഈശോയുടെ പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷൻ, ഈശോയുടെ പീഡാസഹനം, മരണ ഉദ്ധാനം ആരുടെ? ഈശോയുടെ. അപ്പൊ ഈശോ ഇല്ലെങ്കിൽ ശരിക്കും വിശ്വാസ പ്രമാണമില്ല. ഈശോ ഇല്ലെങ്കിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും ഇല്ല. 2ാം വരവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആരുടെ 2ാം വരവിൽ? ഈശോയുടെ 2ാം വരവിൽ. ഈശോയുടെ അധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മഹത്വപൂർണ്ണമായി സിംഹാസനത്തിൽ അവിടെ ഇരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ഈശോ. നമ്മുടെ വിശ്വാസ പ്രമാണം എന്നാന്ന് ചോദിച്ചാൽ ഈശോ. ഐ ബിലീവ് ഇൻ ജീസസ്. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നതാണ് എൻ്റെ മറ്റെല്ലാ വിശ്വാസങ്ങളുടെയും എൻ്റെ സഭയുടെ വിശ്വാസങ്ങളുടെയും കേന്ദ്രമായിട്ട് നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിൽ വിശ്വസിച്ചാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള മേഖലകളിലും കൂടെ വിശ്വാസം വർദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായം 46-ാമത്തെ വാക്യം. അതായത് നമുക്ക് ദൈവത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ, പരിശുദ്ധ ത്രിത്വത്തെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ഈശോയുടെ വേണം. 6:46 ഇങ്ങനെയാണ്: ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല അർത്ഥം, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. അതായത് ഈശോയ്ക്ക് മാത്രമേ നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ ആ പിതൃത്വത്തെ, ദ ഫാദർലിനെസ്, ആ അബ്ബ നേച്ചർ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആർക്കേ പറ്റുള്ളൂ? പുത്രന് മാത്രമേ പറ്റുള്ളൂ. പുത്രൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിതാവിനെ മനസ്സിലാക്കുന്നത്. അച്ഛൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. വചനത്തിന്റെ ബേസിൽ മാത്രം ചിന്തിച്ചു പോവുക. ഈശോ വന്നതുകൊണ്ട് മാത്രമാണ് ഈ പിതാവിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. പിതാവിന്റെ കരുതലും കരുണയും, നമ്മളെ നോക്കുന്നതും നമ്മളെ കരുതുന്നതും എല്ലാം നമുക്ക് പിടികിട്ടിയതാര്? ഈശോയാണ് യഥാർത്ഥത്തിൽ പിതാവിന്റെ സ്നേഹത്തിന്റെ മുഖം. ഈശോയാണ് നമുക്ക് പിതാവിന്റെ കരുണയുടെ മുഖം നമുക്ക് കാണിച്ചത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് 1-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുക, ദൈവത്തെ വെളിപ്പെടുത്തി തരണം ആരെങ്കിലും. 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ജോൺ 1:18, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. മറ്റൊരു വചനം ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്നതാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിന്റെ 27-ാമത്തെ വാക്യം, മാത്യു 11:27. അവിടെ നമ്മളിങ്ങനെ വായിക്കുക, സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ഈശോയിൽ വിശ്വസിച്ചാൽ മാത്രമേ ബാക്കി എന്ത് കാര്യത്തിലും, വിശ്വാസ പ്രമാണത്തിന്റെ ബാക്കി എന്ത് സംഹിതകളിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. പിതാവിനെ വിശ്വസിക്കണമെങ്കിൽ ഈശോ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണമെങ്കിൽ ഈശോയിൽ വിശ്വസിക്കണം, സഭയിൽ വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കണമെങ്കിലും നമുക്ക് ആരെ വേണം? ഈശോയിൽ വിശ്വസിച്ചാൽ മാത്രമേ, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഭയിലും വിശ്വസിക്കാൻ പറ്റുള്ളൂ. നിത്യജീവൻ, 2ാം വരവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചോദ്യങ്ങളോ സംശയങ്ങളോ എതിർ പഠനങ്ങളോ അവിശ്വാസപരമായ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ 2ാം വരവിൽ നിത്യജീവനിൽ ഒക്കെ വിശ്വസിക്കണമെങ്കിൽ
ബേസിക്കായിട്ട് നമ്മൾ ആരിൽ വിശ്വസിക്കണം? ഈശോയിൽ വിശ്വസിക്കണം. സോ ഈശോയിലോട്ട് പറയണം, ഐ ബിലീവ്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നതിലൂടെ നീ പറഞ്ഞു തന്ന, നീ തന്ന, നീ അവതരിപ്പിച്ച, നീ വെളിപ്പെടുത്തിയ, നീ പ്രോമിസ് ചെയ്ത എല്ലാ കാര്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ 1:18 നമ്മൾ എടുത്ത വചനം അങ്ങനെയാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ തന്നെയായ ദൈവമാണ് അവിടുത്തെ വെളിപ്പെടുത്തുന്നത്. ഗാഢബന്ധം ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, തോൺ കോൾപോൺ. നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി നോക്കിയാൽ TONKOLPON, തോൺ കോൾപോൺ. തോൺ ഒരു ആർട്ടിക്കിളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ എ ഓർ ആൻ ഇല്ലെങ്കിൽ ദ എന്ന് എഴുതുന്ന പോലെ ദ സൈഡ്, ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് നിൽക്കാം, ദ സൈഡ്. പിതാവിന്റെ സൈഡിലിരുന്ന പുത്രനാണ് വെളിപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ ഗാഢബന്ധത്തെക്കുറിച്ച് അത്രയും ചേർന്ന് നിന്നതുകൊണ്ടാണ് ആ പുത്രന് പിതാവിനെ വെളിപ്പെടുത്താൻ പറ്റിയത്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മളെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ടീച്ചിങ്സ് ആയിട്ട് വരും. ഇതിനൊക്കെ തെളിവുകൾ എവിടെയെന്ന് നമ്മുടെ മുമ്പിൽ ചോദ്യം ചോദിക്കും. വൈ ഡു യു ബിലീവ് ദിസ് എന്ന് ചോദ്യം ചോദിക്കും. നിങ്ങൾ ഈ വിശ്വസിക്കുന്നതിന് നിങ്ങളുടെ മുമ്പിൽ എന്ത് തെളിവാണുള്ളത് എന്ന് ചോദ്യം ചോദിക്കും. ഇനി അങ്ങനെ ആരും ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ വരാം. ഇതൊക്കെ ശരിക്കുള്ളതാണ്, ഇങ്ങനൊരു ദൈവത്തെ ഞാൻ വിശ്വസിക്കണം, ഇങ്ങനെ ദൈവമൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഓരോ ഇപ്പം ഞാൻ ഈ മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്, റിലീജിയന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്, എൻ്റെ മേലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ടീച്ചിങ്സ് അല്ലേ, വൈ ഷുഡ് ഐ ബിലീവ് എന്നൊക്കെ ചോദ്യം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർ, അനുജത്തിമാർ, യുവജനങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ മുമ്പിൽ വിശ്വാസത്തെ തള്ളിപ്പറയാൻ 100 കാര്യങ്ങളും 100-ലധികം തെളിവുകളും വരുമ്പോൾ നിനക്ക് ഈശോയിൽ വിശ്വസിക്കണമെങ്കിൽ, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ, ആ വിശ്വാസം വളരണമെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്നതല്ലത്. പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക, ടീച്ചിങ്സ്, അക്കാഡമിക് എഴുത്തുകൾ വായിക്കുക. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്നതല്ല ദൈവിക വെളിപാട്, അറിവുകൾ കിട്ടും. ദൈവമുണ്ടെന്നോ ദൈവമില്ലെന്നോ ഉള്ളതിന്റെ തെളിവുകളോ അതിന് എതിരോ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടും. പക്ഷെ നിനക്ക് നിന്റെ ഈശോയെ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ കുഞ്ഞെ, there is no other way than to sit near to him. ഈശോയുമായൊരു ബന്ധം വളർത്താതെ ഈശോയെ പിടികിട്ടത്തില്ല. യോഹന്നാനെ തന്നെ നമ്മൾ കാണുന്നില്ലേ, ഈശോ എത്ര രീതിയിൽ സ്നേഹിച്ചു. അന്ത്യത്താഴ വേളയിൽ യോഹന്നാൻ എവിടെ ഇരിക്കും നമ്മൾ കാണുന്നില്ലേ? ഒരു സാധാരണ വായനയിൽ അങ്ങ് വായിച്ചു പോകല്. യോഹന്നാൻ തോൺ കോൾപോൺ, ഈശോയുടെ സൈഡ്, ഈശോയുടെ അടുത്തിങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്, ഗാഢബന്ധം പുലർത്തുകയാണ്. 1:18 പിതാവ് പുത്രനും ഗാഢബന്ധം പുലർത്തിയ പോലെ, ചേർന്നിരുന്നത് പോലെ ഇതാ യോഹന്നാൻ 13 നമ്മൾ കാണുന്നത്. അന്ത്യത്താഴത്തിന്റെ സമയത്ത് യോഹന്നാൻ ഈശോയുടെ സൈഡിനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഗാഢബന്ധം പുലർത്തുകയാണ്. അങ്ങനെ ഗാഢബന്ധം പുലർത്തിയത് കൊണ്ടാണ് നോക്ക്, പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പായ്ക്ക് പോലും പിടികിട്ടാത്ത കാര്യം ആർക്ക് പിടികിട്ടി? യോഹന്നാന് പിടികിട്ടി. പത്രോസ് സാങ്യം കാണിച്ച് ചോദിക്കുകയാണ് യോഹന്നാനോട്, ആരാ ഒറ്റിക്കൊടുക്കുന്നതെന്ന് നീ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്ന ഒരാൾക്ക് ഈശോയെയും വെളിപ്പെടുകയുള്ളൂ, ഈശോയുടെ മനസ്സിലുള്ള കാര്യങ്ങളും വെളിപ്പെടുകയുള്ളൂ. പിതാവുമായി ഗാഢബന്ധം പുലർത്തിയതുകൊണ്ട് പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി. യോഹന്നാൻ ഈ പുത്രനായ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് സുവിശേഷങ്ങളിലൂടെ പുത്രനെ വെളിപ്പെടുത്തി, ദൈവത്തെ വെളിപ്പെടുത്തി. ഇനി അവിടെ തീർന്നില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമായിട്ട് നമ്മൾ സ്പെഷ്യലി കാണുന്ന ഒരു കാര്യമാണ്, ഈശോ മരിച്ചുയർത്തെഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ വശം കാണുക. പ്രത്യേകിച്ച് സംശയിച്ച് നിന്ന ആ തോമാസ്ലിയോട് പറയുന്നുണ്ട്, എൻ്റെ കൈകളും പാർശ്വവും, സൈഡ്, തോൺ കോൾപോൺ കാണുക. മറ്റു സുവിശേഷം കാണുക, എൻ്റെ കൈകളും കാലുകളും കാണുക എന്ന് ഈശോ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയണം, എൻ്റെ കൈകളും എൻ്റെ വശവും എൻ്റെ പാർശ്വവും കാണുക. എന്നെ ശ്രദ്ധിച്ച യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ ഈശോയുടെ ഈ വശം, തോൺ കോൾപോൺ, സൈഡ് കുത്തി തുറക്കുന്ന എപ്പിസോഡ് നമ്മൾ കാണുന്നുള്ളൂ. മറ്റു സുവിശേഷങ്ങൾ അത് ബൈപ്പാസ് ചെയ്തേക്കാം. യോഹന്നാൻ ഈ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ സൈഡിൽ നിന്ന് ഒഴുകുന്ന ആ ജലം, ആ രക്തം, വിശുദ്ധ കുർബാന, വിശുദ്ധ മാമോദീസ, ഇതെല്ലാം പുതുജീവൻ, ഈശോയിലുള്ള പുതുജീവന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണെന്ന് യോഹന്നാൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഈശോയിൽ വിശ്വസിക്കാന്ന് പറഞ്ഞു തരികയാണ്. തോമാസ്ലിഹ വേറെ ഒന്നും നോക്കിയില്ല, എനിക്ക് കാണാൻ തെളിവ് വേണമെന്നൊക്കെ പറഞ്ഞ തോമാസ്ലിഹയാണ്. നമ്മളെ പോലെ എന്തിയ തെളിവ്, എവിടെ തെളിവ്, ഇനി ഞാൻ കണ്ടാലേ വിശ്വസിക്കുള്ളൂ, എവിടെ തെളിവ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന തോമാസ്ലിഹയുടെ മുമ്പിൽ കൊടുത്ത തെളിവ് എന്നാണെന്നറിയോ? തോൺ കോൾപോൺ, സൈഡ്. നീ എന്റെ സൈഡിലോട്ട് നോക്ക്, നിന്റെ സൈഡിൽ ചേർന്നിരിക്കും, നീ എന്നോടൊരു ഗാഢബന്ധം പുലർത്ത്, വന്ന് നോക്കിക്കോളാം, തൊട്ട് നോക്കിക്കോളാൻ ഈശോ പറയുന്നുണ്ട്. പക്ഷെ തോമാസ്ലിഹ തൊടുന്നില്ല. വിശ്വാസം വളർന്നു, വിശ്വാസം പ്രഖ്യാപിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ, വിശ്വാസത്തിനെതിരെ കാര്യങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾക്ക് ഈശോയിൽ വിശ്വസിക്കണമെങ്കിൽ ഒറ്റ കാര്യം, ഈശോയുമായി ഗാഢബന്ധത്തിലേക്ക് വരിക. ഗാഢബന്ധത്തിലേക്ക് വരുന്നത് അറിഞ്ഞാണ്, വിശ്വസിച്ചാണ്, സ്നേഹിച്ചാണ്. ബന്ധം വളരുക. ആ ബന്ധം വളർന്നാൽ എനിക്കും നിനക്കും പ്രഖ്യാപിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഏത് ജീവിത സാഹചര്യത്തിലും, ഇല്ലായ്മയുടെ അഞ്ചപ്പത്തിൻ്റെ മുമ്പിലും, കോരിച്ചൊരിയുന്ന മഴയത്തും, ഇരമ്പിയാർക്കുന്ന തിരമാലകൾക്ക് മുമ്പിലും, നിനക്ക് ഒന്നും മനസ്സിലാവാത്ത ചില ടീച്ചിങ്ങുകളുടെ മുമ്പിലും നിനക്ക് പറയാനുള്ള ഇത്ര ഉണ്ടാവുള്ളൂ. ബന്ധമുള്ള ഒരാൾക്ക് പറയാൻ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ്, മൈ ഗോഡ്. തോമസ് ലിയെ പോലെ, യോഹന്നാൻ സ്ലിയെ പോലെ, അന്ത്രോസ് സ്ലിയെ പോലെ, പത്രോസ് സ്ലിയെ പോലെയൊക്കെ അങ്ങനെ ഈശോയുള്ള വിശ്വാസം പ്രഖ്യാപിക്കാൻ
നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് നിറയട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.